കോളേജിലെത്തിയപ്പോ ഈ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ കുറച്ച് മിഠായിയൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ കഴിഞ്ഞ സാറ്റർഡേ നമുക്കൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. അതൊന്ന് എവിടെ പോവാ സബ്മിറ്റ് ചെയ്യാൻ. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. കാര്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ബാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, നമ്മുടെ ആ എൻ്റെ 5-6 ബാച്ചുകളും ഉണ്ടായിരുന്നു. ഇത് കണ്ട ഞങ്ങളും മിസ്സും പറഞ്ഞു എന്നാ ക്ലാസ്സിൽ വന്ന് നോക്കാന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിൽ പോന്നു. ഇന്നത്തെ മെയിൻ പ്രത്യേകത ഈ ആളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഓർമ്മയുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആളുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു കേക്കൊക്കെ മുറിച്ചില്ലായിരുന്നു. അതിന്റെ വ്ലോഗ് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ ആളിന്ന് നമുക്കൊരു കുട്ടി ട്രീറ്റ് ചെയ്താന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അതെ, നമ്മളെല്ലാരും കൂടെ നേരെ സെലിബ്രേഷനിലേക്ക് പോയി. അത് ഒറ്റയ്ക്ക് പൊക്കോ നോക്കട്ടെ. ഇതൊക്കെ എന്ത്? അങ്ങനെ സുനോടന്റെ 1 man ഷോ കഴിഞ്ഞു. ഇനി ഗായത്രിയുടെ മോണോ. ഇങ്ങനെ ഓർഡർ എന്തെടുക്കണം എന്ന് ചിന്തിച്ച് അവസാനം ഞങ്ങൾ പനീർ ടിക്ക സാൻഡ്വിച്ച്, നോർമൽ വെജ് സാൻഡ്വിച്ച്, ചിക്കൻ നഗറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് അവസാനം നമ്മൾ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ടേബിളിലേക്ക് വരുന്നുണ്ട്. പലരുടെയും പല സമയത്തായതുകൊണ്ട് തന്നെ നമ്മൾ ആക്രമിക്കാൻ തുടങ്ങിയില്ല. ഒരു 5 മിനിറ്റ് കൂടെ കാത്തിരുന്നപ്പോൾ എല്ലാവരും എത്തി. ഇനിയിപ്പോ എന്താ കഴിച്ചു നോക്കിയ അടിപൊളിയായിരുന്നു. വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, അടിപൊളിയായിരുന്നു. സാറാ ജോണി പോക്കറ്റ് കയറിയെന്നാ തോന്നുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ പറ ഗൈസ്. ബൈ.